ഗ്രീമയെയും ഉണ്ണികൃഷ്ണനെയും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി പോലും ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചില്ലെന്നും ഹണിമൂൺ നാളുകളിലും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നും വിളിച്ചാൽ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഗ്രീമയുടെ അമ്മ അവർക്കിടയിൽ കരടായി നിന്നുവെന്നുമൊക്കെയാണ് ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാർ ആരോപിച്ചത്. എന്നാൽ ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന തെളിവുകളും. ഗ്രീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ യാത്രകൾ. ആൺ സുഹൃത്തുക്കളോടായിരുന്നു ഉണ്ണികൃഷ്ണന് താൽപര്യം. ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ആണുങ്ങൾക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനുമാണ് ഉണ്ണികൃഷ്ണൻ താൽപര്യം കാണിച്ചിരുന്നതത്രേ. വിവാഹം കഴിഞ്ഞ നാളു മുതൽക്കേ ഇക്കാര്യം ഗ്രീമയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. വീട്ടുകാരോട് പറയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ആദ്യ നാളുകളിൽ. വിവാഹശേഷം ഉണ്ണികൃഷ്ണനൊപ്പം വിദേശത്തേക്ക് പോകുവാൻ പാസ്പോർട്ട് വരെ എടുത്ത് കാത്തിരുന്ന ഗ്രീമയുടെ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് ഉണ്ണികൃഷ്ണന്റെ മൊബൈലിൽ കണ്ടത്. പലപ്പോഴും തന്നെ അവഗണിക്കുന്നതിന്റെയും സ്നേഹിക്കാത്തതിന്റെയും കാരണം ഗ്രീമ ചോദിച്ചിരുന്നു. എന്നാൽ ഒന്നും തുറന്നു പറയാതിരുന്ന ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ അയാളുടെ സ്വഭാവത്തിന്റെ നേർചിത്രം തന്നെയാണ് ഗ്രീമയ്ക്ക് മുന്നിൽ വരച്ചിട്ടത്. മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതിന്റെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വന്നത് ഒരേ ഒരു ദിവസം മാത്രമായിരുന്നു.